നമസ്കാരം. പ്രധാന വാർത്തകൾ. ബാർക്കോഴ വിഷയത്തിൽ മന്ത്രി എം.ബി. രാജേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. കൂറ്റനാട് മന്ത്രിയുടെ വസതിയിലേക്ക് കോൺഗ്രസ് മാർച്ച്. സർക്കാർ മദ്യനയത്തിന്റെ ചർച്ചകൾ പോലും തുടങ്ങിയിട്ടില്ലെന്നും ആരെങ്കിലും പണപ്പെരുവിന് ശ്രമിച്ചാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി എം.ബി. രാജേഷ്. അഴിമതിയും സ്വജനപക്ഷപാതവും ആരോപിച്ച് UDF ഭരിക്കുന്ന കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലേക്ക് LDF മാർച്ച്. കേരളത്തിലെ കോൺഗ്രസ് കള്ളന്മാരുടെ സംഘമെന്ന CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. മണ്ണാർക്കാട് നഗരത്തിലും തെരുവുനായ ശല്യം രൂക്ഷം. ആടിനെ തെരുവുനായ്ക്കൾ ആക്രമിച്ചു. നഗരവാസികളും തെരുവുനായ ഭീഷണിയിൽ. ജൽജീവൻ പദ്ധതിക്കായി അലനല്ലൂർ ടൗണിൽ പൊളിച്ച റോഡുകൾ നന്നാക്കിയില്ല. യാത്രക്കാരും വ്യാപാരികളും ദുരിതത്തിൽ. നടപടി ഉണ്ടായില്ലെങ്കിൽ സമരത്തിന് നേതൃത്വം നൽകുമെന്ന് വ്യാപാരികൾ. അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് താഴെ നിർമ്മിക്കാൻ ഉദ്ദേശിച്ച ഗാർഡൻ ചിൽഡ്രൻസ് പാർക്ക് പദ്ധതി ഉപേക്ഷിച്ചു. സർക്കാരിന്റെ അനുമതി ലഭിക്കാത്തതാണ് പദ്ധതിക്ക് തിരിച്ചടിയായത്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ബാർക്കോഴ വിഷയത്തിൽ എക്സൈസ് മന്ത്രി എം.ബി. രാജേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. കുട്ടനാട് മന്ത്രിയുടെ വസതിയിലേക്ക് കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിച്ചു. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ AK ഷാനിബ്, OK ഫാറൂഖ്, P മാധവദാസ്, PV മുഹമ്മദ് അലി എന്നിവർ നേതൃത്വം നൽകി. അതേസമയം സർക്കാർ മദ്യനയത്തിന്റെ ആലോചനകൾ പോലും നടത്തിയിട്ടില്ലെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. അത്തരമൊരു സാഹചര്യത്തിൽ മദ്യനയത്തിലെ ചില കാര്യങ്ങൾ പറഞ്ഞ് പണപ്പിരിവ് നടത്താൻ ശ്രമിക്കുന്നു എന്നത് ഗൗരവമായാണ് കാണുന്നത്. ഇക്കാര്യത്തിൽ ശക്തമായ നടപടി ഉണ്ടാകും. മദ്യനയത്തെക്കുറിച്ച് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളുടെ ഉറവിടം അറിയില്ലെന്നും മന്ത്രി പറഞ്ഞു. സർക്കാർ മദ്യനയത്തിന്റെ ആലോചനകളിലേക്ക് കടന്നിട്ടില്ല. മദ്യനയത്തിന്റെ ചർച്ചകൾ, പ്രാരംഭ ചർച്ചകൾ പോലും ആയിട്ടില്ല. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെ മദ്യനയത്തിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പണപ്പിരിവിന് ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. അതിശക്തമായിട്ടുള്ള നടപടി അത്തരക്കാർക്കെതിരായിട്ട് എടുക്കും. ഒരു തരത്തിലും അത് വെച്ചുപൊറുപ്പിക്കില്ല. മദ്യനയം സർക്കാരാണ് ആവിഷ്കരിക്കുക. അതിൻ്റെ ചർച്ചകൾ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. ആ ചർച്ചയൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ ഒരു മാസമായി മാധ്യമങ്ങളിൽ നിരന്തരമായിട്ട് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പോകുന്നു, ഇങ്ങനെ ചെയ്യാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ. ആ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ അതുപയോഗപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലും പണപ്പെരുവിന് ശ്രമിച്ചാൽ ശക്തമായ നടപടി അക്കാര്യത്തിലെടുക്കും. അല്ല, ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഇത്? ഈ ശബ്ദരേഖാ കലാപരിപാടി കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുള്ള സ്ഥിരം പരിപാടിയാണല്ലോ. കേരളത്തിലെ കോൺഗ്രസ് കള്ളന്മാരുടെ സംഘമെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. കോൺഗ്രസ് കളവ് നടത്തുന്നത് മറ്റു പല പേരുകളിലാണെന്നും EN സുരേഷ് ബാബു ആരോപിച്ചു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലേക്ക് LDF നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF ഭരിക്കുന്ന കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ അഴിമതിയും സ്വജനപക്ഷപാതവുമാണെന്നാരോപിച്ചാണ് LDFന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ആ ഭരണത്തിലും എങ്ങനെയെല്ലാം അവനവൻ്റെ പോക്കറ്റ് പൂർത്തിക്കാം എന്നുള്ളതാണ് UDF ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം. ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ 89ഓളം പഞ്ചായത്തുകളുണ്ട്. അതിൽ 74 പഞ്ചായത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. വളരെ ചുരുക്കം പഞ്ചായത്തുകളാണ് UDF ഭരിക്കുന്നത്. നിങ്ങൾ ഈ 74 പഞ്ചായത്തുകളിൽ LDF ഭരിക്കുന്നുണ്ടെങ്കിൽ ആ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളൊന്നും പരിശോധിച്ച് നോക്കുക. ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണസമിതികളെല്ലാം ഏത് കാര്യത്തിലും സുതാര്യമായ നിലയിലാണ് പ്രവർത്തനം നടത്തുന്നത്. K. നാരായണൻ അധ്യക്ഷനായി. പൊറ്റശ്ശേരി മണികണ്ഠൻ, P. അരവിന്ദാക്ഷൻ, M. മോഹനൻ, K. ശ്രീധരൻ, K. സുബ്രഹ്മണ്യൻ, K. ടി. രാമചന്ദ്രൻ, K. രാമകൃഷ്ണൻ, VP ജയപ്രകാശ്,
കെ നാരായണൻ, പി സുരേന്ദ്രൻ, എ ശിവശങ്കരൻ, സുനിത ജോസഫ് എന്നിവർ സംസാരിച്ചു. നൂറുകണക്കിന് പേർ മാർച്ചിൽ പങ്കെടുത്തു. മണ്ണാർക്കാട് നഗരത്തിൽ ആടിനെ തെരുവു നായകൾ ആക്രമിച്ചു. നഗരത്തിൽ ആരാധന റോഡിൽ വെച്ചാണ് നായകൾ ആടിനെ കടിച്ചത്. തെരുവുനായ ഭീതിയിൽ നഗരവാസികൾ. 10 കോടി റോഡിൽ പഴയ ആരാധന തിയേറ്ററിന് മുൻവശത്ത് മേയുകയായിരുന്ന ആടിനെയാണ് ആറംഗ തെരുവുനായ്ക്കൾ ആക്രമിച്ചത്. തോരാപുരം സജീവിന്റെ ആടിനെയാണ് കടിച്ചത്. 2 മാസം മുൻപ് സജീവിന്റെ തന്നെ മറ്റൊരു ആടിനെ നായകൾ കടിച്ചു കൊന്നിരുന്നു. ആടിന്റെ പിൻകാലുകൾ നായകൾ കടിച്ചു പറിച്ചു. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത വിധം പരിക്കേറ്റ ആടിന് മണ്ണാർക്കാട് വെറ്റിനറി പോളിക്ലിനിക്കിൽ ചികിത്സ നൽകി. 10ലേറെ തുന്നലുണ്ട്. ആരാധന റോഡിൽ തെരുവുനായ്ക്കളുടെ കൂട്ടം പ്രദേശത്തുകാർക്കും ഇതുവഴിയുള്ള യാത്രക്കാർക്കും ഭീഷണിയാണ്. ഇരുചക്ര വാഹനങ്ങൾക്കു നേരെയും വഴിയാത്രക്കാർക്കു നേരെയും നായകൾ കുരച്ചു ചാടുന്നത് പതിവാണ്. സ്കൂൾ തുറക്കാൻ ആയതോടെ കുട്ടികളെ സ്കൂളിൽ എങ്ങനെ വിടുമെന്ന ഭീതിയിലാണ് രക്ഷിതാക്കൾ. ആടിനെ ആക്രമിച്ച നായകൾ മനുഷ്യർക്കു നേരെയും തിരിയുമെന്നും അടിയന്തരമായി തെരുവുനായകളെ തുരത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. രാവിലെ ഒരു മേയാൻ പോക്കുണ്ട്. അവിടെ ആരാധനയുടെ അവിടെ കുറച്ച് പുല്ലുള്ള ഭാഗത്ത് പോയിട്ട് മേയി. അവിടെ കുറച്ച് പട്ടികളുണ്ട്. അപ്പോൾ ഇന്ന് ഇപ്പോൾ ആളില്ലാത്ത സമയത്ത് വന്ന് കടിച്ച് കീറിക്കണം. നല്ല പരിക്കുണ്ട് ആടിന്. ഇതിന് മുന്നേ ഒരു 7 മാസം മുന്നേ ഒരു ആടിന് കടിച്ച് അത് മരിച്ചുപോയി. ഇതിപ്പോൾ 2ാമത്തെയാണ്. അപ്പോൾ പട്ടികളെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. പിന്നെ ഇപ്പോൾ ആടുകളെ കടിച്ചു, നാളെ കുട്ടികളെ കടിക്കുന്നൊരു ഉറപ്പില്ല നമുക്ക്. അപ്പോൾ ഒരു അപേക്ഷയാണ്, അതിനെന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം. ഒറ്റപ്പാലം ലക്കിടി മംഗലത്ത് വിമുക്ത ഭടന്റെ ബാഗ് പിടിച്ചുപറിച്ച കേസിൽ കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിൽ. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ കോട്ടയം പാല ഭരണങ്ങാനം സ്വദേശി അഭിലാഷാണ് എറണാകുളത്ത് മറ്റൊരു കേസിൽ പിടിയിലായപ്പോൾ കുറ്റം സമ്മതിച്ചത്. സമാനമായ പിടിച്ചുപറി കേസിൽ എറണാകുളം ഹിൽ പാലസ് സ്റ്റേഷൻ പരിധിയിൽ പിടിക്കപ്പെട്ട് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് 49-കാരനായ അഭിലാഷ് ലക്കിടിയിലെ മോഷണവും സമ്മതിച്ചത്. മെയ് 10-നാണ് വിമുക്ത ഭടനായ മംഗലം രോഹിണിയിൽ ശിവാനന്ദ മേനോൻ നടന്നു പോകുന്ന വഴിയിൽ സ്കൂട്ടറിലെത്തിയ അഭിലാഷ് ബാഗ് തട്ടിപ്പറിച്ച് രക്ഷപ്പെട്ടത്. 3000 രൂപയും ATM കാർഡും മൊബൈൽ ഫോണും ബാഗിലുണ്ടായിരുന്നു. അന്നേ ദിവസം രാവിലെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ അഭിലാഷ് അവിടെ നിന്നും സ്കൂട്ടർ മോഷ്ടിച്ച് മംഗലത്തെത്തി പിടിച്ചുപറി നടത്തുകയാണ് ഉണ്ടായത്. പിടിച്ചുപറിക്ക് ശേഷം തൃശൂർ ജില്ലയിലേക്ക് കടന്ന അഭിലാഷ് സ്കൂട്ടർ ഉപേക്ഷിച്ച് കൊച്ചിയിലേക്ക് പോവുകയാണ് ഉണ്ടായതെന്നും പോലീസ് പറഞ്ഞു. വിവിധ സ്റ്റേഷനുകളിലായി സമാനമായ 36ഓളം മോഷണ കേസുകളിൽ പ്രതിയാണ് അഭിലാഷ് എന്നും പോലീസ് പറഞ്ഞു. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിനായി ഒറ്റപ്പാലം പോലീസ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി അലനല്ലൂർ ടൗണിലെ റോഡുകൾ പൊളിച്ച ഭാഗങ്ങൾ നന്നാക്കാത്തത് വ്യാപാരികൾക്കും യാത്രക്കാർക്കും ദുരിതമാവുകയാണ്. അഴുക്കുചാൽ മൂടി പൈപ്പിട്ടതോടെ കടയുടെ ഉള്ളിലേക്കാണ് മഴവെള്ളം കയറിയത്. ഗ്രാമപഞ്ചായത്ത് മുഖേന വിഷയം ജലവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും പരിഹാരമുണ്ടായില്ലെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി അലനല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് ബാബു മൈക്രോടെക്. വ്യാപാരികളെ സമരത്തിലേക്ക് നയിക്കാൻ നിർബന്ധിതരാക്കരുതെന്ന് ജലവകുപ്പിനോട് വ്യാപാരികളുടെ മുന്നറിയിപ്പ്. അലനല്ലൂർ ആശുപത്രിപ്പടി ജംഗ്ഷനിൽ നിന്ന് കണ്ണംകുണ്ട് ഭാഗത്തേക്ക് പൈപ്പിടുന്നതിനായി പൊളിച്ച ഭാഗം മഴ പെയ്തതോടെ വലിയ കുഴിയായി മാറി. വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടാതിരിക്കാനായി ബാരൽ വെച്ചാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കൂടാതെ കണ്ണംകുണ്ട് റോഡിൻ്റെ വശത്തും പൂർണ്ണമായും കുഴിയാണ്. അയ്യപ്പൻകാവ്, സ്കൂൾ പടി, ചന്തപ്പടി തുടങ്ങി ടൗണിലെ എല്ലാ ഭാഗങ്ങളുടെയും സ്ഥിതി സമാനമാണ്. ഈ ഭാഗങ്ങളിൽ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറി. അലനല്ലൂർ സ്കൂൾ പടിയിൽ നിലവിലുണ്ടായിരുന്ന അഴുക്കുചാലിൽ പൈപ്പിട്ട് മണ്ണ് മൂടിയതോടെ മഴവെള്ളം സ്പെയർ പാർട്സ് കടയിലേക്ക് ഇരച്ചുകയറി. 4 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് കടയുടമയ്ക്കുണ്ടായത്. വിഷയവുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അലനല്ലൂർ യൂണിറ്റ് നിവേദനം നൽകിയിരുന്നു. ഗ്രാമപഞ്ചായത്ത് വിഷയം അവതരിപ്പിച്ചെങ്കിലും ജലവകുപ്പ് കാര്യമായ ഇടപെടൽ നടത്തിയിട്ടില്ലെന്ന് യൂണിറ്റ് പ്രസിഡന്റ് ബാബു മൈക്രോടെക് പറഞ്ഞു. സ്ഥിതി സമാനമായി തുടർന്നാൽ ശക്തമായ സമരങ്ങൾക്ക് വ്യാപാരികൾ നേതൃത്വം നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. പഞ്ചായത്ത് നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസം തന്നെ അവരെ ജലജീവൻ മിഷന്റെ ആൾക്കാരുമായി അവിടെ മീറ്റിംഗ് കൂടുകയും എല്ലാ മെമ്പർമാരും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അവരുടെ പ്രശ്നങ്ങൾ അതായത് വാർഡിലെ പ്രശ്നങ്ങൾ അറിയിക്കാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം നമ്മളുടെ പ്രദേശങ്ങളിൽ വരുന്ന ഏരിയകൾ സ്പോട്ട് ചെയ്തുകൊണ്ട് ഫോട്ടോ അടക്കം സഹിതം പഞ്ചായത്ത് പ്രസിഡന്റിനും ഈ ജലജീവൻ മിഷൻ കോർഡിനേറ്ററിനും നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതവർ പ്രത്യേക ശ്രദ്ധയിൽപ്പെടുത്താം അല്ലെങ്കിൽ വന്ന് നോക്കി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ തീരുമാന പ്രകാരമാണ് ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ ദിവസം ബുധനാഴ്ച കോറി വേസ്റ്റ് ഇട്ട് പരിഹരിക്കാമെന്നും തിങ്കളാഴ്ച മുതൽ GSP വർക്ക് ടൗണിൽ ചെയ്യാനും അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. സ്കൂൾ തുറക്കാൻ ഇനി അധിക സമയമില്ല. നിലവിലെ സാഹചര്യത്തിൽ ചെളിയും വെള്ളക്കെട്ടും മൂലം കാൽനട പോലും ദുസ്സഹമാണ് അലനല്ലൂർ ടൗണിൽ. ന്യൂസ് ബ്യൂറോ, കരിങ്കലത്താണി.
ഗതാഗത കുരുക്കിൽ നട്ടം തിരിഞ്ഞ് ചെർപ്പുളശ്ശേരിയിലെത്തുന്ന യാത്രക്കാർ. വെള്ളിയാഴ്ച വൈകിട്ടും നഗരത്തിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടുമെന്ന് നഗരസഭാ ചെയർമാൻ അറിയിച്ചിരുന്നുവെങ്കിലും കാര്യമായ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. റോഡ് ഇത് നോക്കിയിട്ടാണ് റോഡും ആ കുണ്ടും കുഴി കാര്യങ്ങളും മൊത്തം ബ്ലോക്കാണ്. ഇതൊന്നും സർക്കാരും ഇവരൊന്നും നോക്കണം. ഇവിടുത്തെ പഞ്ചായത്തും കാര്യങ്ങളൊന്നും ഇല്ലേ? നമ്മളെ എല്ലാ വണ്ടികളും ബ്ലോക്കാണ്. നമ്മുടെ ടൈമിംഗ് ഒക്കെ പോയി. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഒരു പിടുത്തമല്ല. എല്ലാ വണ്ടിക്കാരുടെ അവസ്ഥ ഇങ്ങനെയാണ്. അതിരൂക്ഷമായ ഗതാഗത കുരുക്കാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചെർപ്പളശ്ശേരി നഗരത്തിൽ അനുഭവപ്പെടുന്നത്. നഗര നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കാത്തതിനാൽ മഴ പെയ്ത റോഡ് ചെളിക്കുളമായതോടെ കാര്യങ്ങൾ കൈവിട്ട അവസ്ഥയിലാണ്. വെള്ളിയാഴ്ച വൈകിട്ടും നഗരം കുരുക്കിലമർന്നു. നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ അടിയന്തരമായി ഇടപെടുമെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെയും യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല. പോലീസും മറ്റ് ട്രാഫിക് സംവിധാനങ്ങളും നോക്കുകുത്തിയായി നിൽക്കുമ്പോൾ ദുരിതമനുഭവിക്കുന്നത് വൈകുന്നേരങ്ങളിൽ ജോലി കഴിഞ്ഞു പോകുന്നവരും ദൂരയാത്രക്കാരുമാണ്. ഇത് ചെർപ്പളശ്ശേരിയിലത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ്. കാരണം ഇപ്പോൾ സ്കൂൾ തുറന്നിട്ടില്ല. അതിന് മുന്നേ തന്നെ ഇത്രയും ട്രാഫിക് ബ്ലോക്ക് ഇവിടെ വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ തുറന്നു കഴിഞ്ഞാലത്തെ അവസ്ഥ എന്താണ്? സ്ഥിരം ജോലി കഴിഞ്ഞ് പോകുന്ന സ്ത്രീകളെ സംബന്ധിച്ച് അതുപോലെ തന്നെ ദൂരയാത്രക്കാരേന് ഇത് വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയാണ്. ഒരു പോലീസ് സംവിധാനം പോലും ഇത്രയും ട്രാഫിക് സംവിധാനം ഒന്നും നമുക്കിവിടെ നിലനിർത്തി കാണുന്നില്ല. എന്തായാലും ഇത് അധികൃതർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി സ്കൂൾ കൂടിയും തുറന്നു കഴിഞ്ഞാൽ ഈ ട്രാഫിക് ജാം ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരിതാണ്. അതിനേക്കാൾ ഉപരി നമ്മുടെ റോഡിൻ്റെ അവസ്ഥ അതിലേക്കും വലിയ ബുദ്ധിമുട്ടായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ശ്രദ്ധിച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ട സഞ്ചാര സ്വാതന്ത്ര്യം ഒരുക്കി കൊടുക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഒറ്റപ്പാലം റോഡ് ജംഗ്ഷൻ, ബസ് സ്റ്റാൻഡ് പരിസരം, ഹൈസ്കൂൾ റോഡ് ജംഗ്ഷൻ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ തുടങ്ങിയ നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലാണ് വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത്. പല സ്ഥലത്തും സ്വകാര്യ ബസ് ജീവനക്കാരും പൊതുജനങ്ങളും ഇറങ്ങിയാണ് ട്രാഫിക് നിയന്ത്രിക്കുന്നത്. ഗതാഗത കുരുക്കിൽപ്പെടുന്ന സ്വകാര്യ ബസ്സുകൾക്ക് സമയത്തിന് റൂട്ട് എത്തിക്കാൻ കഴിയാതെ നഷ്ടത്തിലാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് ബസ് തൊഴിലാളികൾ പറയുന്നു. അതായത് വണ്ടികളൊക്കെ നല്ല ബ്ലോക്കാകുണ്ട്. നമ്മളെ എല്ലാ വണ്ടികളും ബ്ലോക്കാണ്. നമ്മുടെ ടൈമിംഗ് ഒക്കെ പോയി. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഒരു പിടുത്തമല്ല. എല്ലാ വണ്ടിക്കാരുടെ അവസ്ഥ ഇങ്ങനെയാണ്. ഇതിനെന്തെങ്കിലും സർക്കാർ പോംവഴി കണ്ടെത്തണം. പോലീസ് സംവിധാനം അവരെപ്പോഴെങ്കിലും വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാണ് പോകുന്നല്ലാണ്ട് ഇപ്പോൾ ഈ 6 മണിക്കുള്ള ബ്ലോക്കിലൊന്നും പോലീസുമാരോടെ കണ്ടില്ല. ഇപ്പോഴാണ് പോലീസുകാരെ കണ്ടുക്കുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ? റോഡിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ, ഇപ്പോഴും ബ്ലോക്കായി കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചാല് പോയി. ഇനിയിപ്പോൾ അടുത്ത ചാല് കിട്ടുമോ കിട്ടില്ലെന്ന് പറയാനും പറ്റില്ല. ഇപ്പം സ്റ്റാൻഡിൽ പോവുകയാണ്. ഞങ്ങൾ മുന്നിലത്തെ കൊണ്ടൊരു ചാലും പോയി. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടുത്തെ ചെപ്പശ്ശേരി ടൗണിലെ അവസ്ഥ. ഞങ്ങൾ ചെപ്പശ്ശേരി 2 വണ്ടി ഇപ്പോൾ അതിന് തിരിച്ചു പോയി. ഞങ്ങൾ ചെപ്പശ്ശേരിക്കുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ അവിടെ മീൻ മാർക്കറ്റിൻ്റെ അവിടെ ഇറക്കി വിട്ടു. അവർക്ക് പോകാനുള്ള വേറെ സ്ഥലത്തേക്ക് പോകാനുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. എന്തായിരുന്നാലും വലിയ പ്രശ്നമാണ് ഈ ടൗണിൽ. പലയിടങ്ങളിലും യാത്രക്കാർ പാതി വഴിയിൽ ഇറങ്ങി നടന്നു പോകേണ്ട അവസ്ഥയാണ്. മഴ തുടങ്ങിയപ്പോഴേക്കും അവസ്ഥ ഇതാണെങ്കിൽ സ്കൂൾ കൂടി തുറന്നാൽ നിരവധി സ്കൂൾ ബസ്സുകളും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും എത്തുന്ന ചെർപ്പളശ്ശേരിയുടെ അവസ്ഥ കണ്ടറിയേണ്ടിയിരിക്കുന്നു. പട്ടാമ്പി പൂവക്കോട് രാമഗിരി കോട്ടയിലെ ചന്ദനക്കടത്ത് കേസിൽ നിർണായക വഴിത്തിരിവ്. 236 കിലോ ചന്ദനവുമായി കഴിഞ്ഞ ദിവസം പിടിയിലായ 2 പേർ കഴിഞ്ഞ ഏപ്രിലിൽ രാമഗിരിക്കോട്ട വനമേഖലയിൽ നിന്ന് ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തിയ കേസിലും കണ്ണികളാണെന്നാണ് വനംവകുപ്പിന്റെ കണ്ടെത്തൽ. ഏപ്രിൽ 2ാം വാരം ഒറ്റപ്പാലം ഫോറസ്റ്റ് റേഞ്ച് അധികൃതർ രജിസ്റ്റർ ചെയ്ത കേസിലെ അന്വേഷണമാണ് വഴിത്തിരിവിലെത്തിയത്. കഴിഞ്ഞ ദിവസം മരുതൂരിലെ വാടക വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ചന്ദനശേഖരവുമായി പിടിയിലായ കരിമ്പുഴ ആറ്റശ്ശേരി ഒടമല വീട്ടിൽ 32-കാരനായ മുഹമ്മദ് സക്കീർ, ശ്രീകൃഷ്ണപുരം പനിയത്തൊടിയിൽ 44-കാരനായ ബാബു എന്നിവരെ ചോദ്യം ചെയ്തപ്പോഴാണ് കേസിന്റെ ചുരുളഴിഞ്ഞത്. രാമഗിരിക്കോട്ടയിൽ നിന്നും 15 മരങ്ങൾ മുറിച്ചു കടത്തുകയും 10 മരങ്ങൾ വെട്ടി കാതൽ പരിശോധിക്കുകയും ചെയ്തെന്നാണ് വനംവകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസ്. ഇതുകൂടാതെ അട്ടപ്പാടിയും ചേലക്കരയും ഉൾപ്പെടെ പാലക്കാട്, തൃശൂർ ജില്ലകളിലെ മറ്റു ചില വനമേഖലകളിൽ നിന്നും ചന്ദനം മുറിച്ചു കടത്തിയ കേസുകളിലും ഇവരുടെ പങ്കാളിത്തം സംശയിക്കുന്നതായി വനംവകുപ്പ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം വനപാലകരെ കണ്ട് കടന്നുകളഞ്ഞ മൂന്നാമനെയും സംഘത്തിലെ മറ്റു ചില കണ്ണികളെയും കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കി. അറസ്റ്റിലായ മുഹമ്മദ് സക്കീറിന്റെ സഹോദരൻ മുഹമ്മദ് സജീറാണ് ഓടിപ്പോയത്.
ഇരുവരുടെയും അടുത്ത ബന്ധുവിനും ചില ഇടപാടുകളിൽ പങ്കാളിത്തമുണ്ടെന്നും വനംവകുപ്പ് അറിയിച്ചു. ഇയാളെ കണ്ടെത്താനും അന്വേഷണം നടത്തുകയാണ്. അറസ്റ്റിലായ സക്കീറിനെയും ബാബുവിനെയും കോടതി റിമാൻഡ് ചെയ്തു. ഇവരെ കൂടുതൽ അന്വേഷണത്തിനും തെളിവെടുപ്പിനുമായി വനംവകുപ്പ് കസ്റ്റഡിയിൽ വാങ്ങും. വനംവകുപ്പിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് മുഹമ്മദ് സക്കീർ വാടകയ്ക്ക് താമസിക്കുന്ന മരുതൂരിലെ വീട്ടിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം 236 കിലോ ചന്ദനവുമായി ഇരുവരും പിടിയിലായത്. വനപാലകരെ കണ്ടാണ് മുഹമ്മദ് സജീർ ഓടി രക്ഷപ്പെട്ടത്. ഒറ്റപ്പാലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ KP ജിനേഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഇടവേള. വാർത്തകൾ തുടരുന്നു. അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് താഴെ നിർമ്മിക്കാൻ ഉദ്ദേശിച്ച ഗാർഡൻ ചിൽഡ്രൻസ് പാർക്ക് പദ്ധതി ഉപേക്ഷിച്ചു. സർക്കാരിന്റെ അനുമതി ലഭിക്കാത്തതിനാലാണ് പദ്ധതി ഉപേക്ഷിച്ചത്. മഞ്ഞളാംകുഴിയിലെ MLAയുടെ ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറത്ത് 8 വർഷം മുമ്പ് യാഥാർത്ഥ്യമായതാണ് റെയിൽവേ മേൽപ്പാലം. മേൽപ്പാലത്തിന് താഴ്ഭാഗത്ത് കുട്ടികളുടെ പാർക്കും പൂന്തോട്ടവും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കി മനോഹരമാക്കാൻ ലക്ഷ്യമിട്ടിരുന്നു. മഞ്ഞളാംകുഴി അലി MLAയുടെ ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി പദ്ധതി നടപ്പാക്കാനാണ് തീരുമാനിച്ചിരുന്നത്. MLA ഈ പദ്ധതി സർക്കാരിൽ സമർപ്പിച്ചിരുന്നു. എന്നാൽ ഈ പദ്ധതി ഉപേക്ഷിച്ചതായി മഞ്ഞളാംകുഴി അലി MLA കഴിഞ്ഞ ദിവസം അറിയിച്ചു. സർക്കാരിന്റെ അനുമതി ലഭിക്കാത്തതാണ് പദ്ധതി ഉപേക്ഷിക്കാൻ കാരണം. റെയിൽവേ മേൽപ്പാലങ്ങളുടെ താഴ്ഭാഗങ്ങളിൽ ഇത്തരം പദ്ധതികൾക്ക് അനുമതി ലഭിക്കാറില്ല. സംസ്ഥാനത്ത് എവിടെയും അനുമതി നൽകിയിട്ടില്ലെന്ന് റോഡ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അധികൃതരും അറിയിച്ചു. മേൽപ്പാലത്തിന് അടിഭാഗം വൃത്തിഹീനമായി കിടക്കുകയാണ്. ചില ഭാഗങ്ങളിൽ മാലിന്യം തള്ളുന്നതും പതിവാണ്. എത്ര ശുചീകരിച്ചിട്ടും മാലിന്യം ഇടുന്നതിനും കുറവില്ല. ഇവിടെ CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് റെസിഡൻസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. പാലത്തിന്റെ അടിഭാഗം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് ആളുകൾ ഉപയോഗിച്ചു വരികയാണ്. കച്ചവടക്കാരും ഈ ഭാഗം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മഴ തുടങ്ങിയതോടെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാൻ സാധ്യത ഉള്ളതിനാൽ ആരോഗ്യവകുപ്പ് പരിശോധനകൾ ശക്തമാക്കി. കഴിഞ്ഞ ദിവസം കോട്ടപ്പുറം കൂട്ടലക്കടവ് ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 4 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. മഴ തുടങ്ങിയതോടെ ഡെങ്കിപ്പനി പോലുള്ള പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് പരിശോധനകൾ ശക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം കോട്ടപ്പുറം കൂട്ടിലക്കടവ് ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 4 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ച സ്ഥാപനങ്ങൾക്ക് 5000 രൂപ പിഴ ചുമത്തി. പഞ്ചായത്ത് ലൈസൻസ്, സാനിറ്ററി സർട്ടിഫിക്കറ്റ് എന്നിവ ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. കോട്ടപ്പുറം പ്രാഥമികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ സജീവ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ MN ഗോപാലകൃഷ്ണൻ, പഞ്ചായത്ത് ക്ലർക്ക് ശിവപ്രസാദ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. SLC പരീക്ഷയിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉപരിപഠനത്തിന് സർക്കാർ സൗകര്യമൊരുക്കണമെന്ന് മുസ്ലിം ലീഗ്. ഇക്കാര്യം ഉന്നയിച്ച മെയ് 29-ന് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്താൻ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ചിട്ട് പോലും ഉപരിപഠനത്തിന് ബുദ്ധിമുട്ടുന്ന വിദ്യാർത്ഥികൾക്ക് സർക്കാർ സൗകര്യമൊരുക്കണമെന്ന് മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പാലക്കാട് ജില്ലയിൽ 6000-ലധികം വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് നെട്ടോട്ടമോടുകയാണെന്നും പുതിയ +2 ബാച്ചുകൾ ഇവർക്കായി അനുവദിക്കണമെന്നും മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ സർക്കാർ നോക്കുകുത്തിയായി നിൽക്കുന്ന അവസ്ഥ പ്രതിഷേധാർഹമാണ്. 29-ന് ഇക്കാര്യം ഉന്നയിച്ച് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്താനും മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചതായി പ്രസിഡന്റ് മരക്കാർ മാരാമംഗലം അറിയിച്ചു. യോഗം സംസ്ഥാന സെക്രട്ടറി കളത്തിൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ MS സമദ് മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ അഡ്വക്കേറ്റ് TS സിദ്ദീഖ്, PA തങ്ങൾ, PV സലാം, PT മുഹമ്മദ്, പൊൻപാറ കോയക്കുട്ടി, KT ജബ്ബാർ, CS സാജിദ്, CP അലവി, MH മുജീബ്, TS സലാം എന്നിവർ സംസാരിച്ചു. 2 പതിറ്റാണ്ടിലേറെ കയ്യിൽ തറച്ചു കയറിയ മുളക്കമ്പ് നൽകിയ ദുരിതം വിട്ടൊഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് അമ്പലപ്പാറ അറവക്കാട് സ്വദേശി. അറവക്കാട് പന്തളക്കളത്തിൽ 63-കാരനായ അയ്യപ്പൻ്റെ കയ്യിലെ കമ്പാണ് ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തത്. അമ്പലപ്പാറ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറായ P വിനോദാണ് ശസ്ത്രക്രിയ നടത്തിയത്. 2001-ലാണ് അയ്യപ്പൻ വീടിന് സമീപത്തെ സ്വകാര്യ സ്ഥലത്തെ മുളങ്കൂട്ടം വെട്ടുന്നതിന് വേണ്ടി മുളയിൽ കയറുന്നത്. ഇതിനിടെ അബദ്ധത്തിൽ താഴെ വീണ അയ്യപ്പൻ്റെ
രണ്ട് കൈയിലും മുളക്കമ്പുകൾ തുളച്ചു കയറി. സാരമായി പരിക്കേറ്റ അയ്യപ്പനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് കൈയിൽ പ്ലാസ്റ്റർ ഇട്ടു. 3 ദിവസത്തിനു ശേഷം ഇടത്തെ കൈയിൽ പഴുപ്പും നീർവീക്കവും വന്നു. തുടർന്ന് ശസ്ത്രക്രിയയിലൂടെ കമ്പ് പുറത്തെടുത്തു. എന്നാൽ വലത്തെ കൈയിൽ കമ്പ് കയറിയ വിവരം ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. തുടർന്ന് ചെത്തു തൊഴിലാളിയായ അയ്യപ്പൻ ഇടയ്ക്കിടെ വേദനയുമായി ആ കമ്പുമായി ജീവിച്ചു വരികയായിരുന്നു. ഇതിനിടെ 17 വർഷം മുമ്പ് കവുങ്ങിൽ കയറിയതിനിടെ കവുങ്ങ് മുറിഞ്ഞ് താഴെ വീണ് അയ്യപ്പൻ കിടപ്പിലായി. കുടുംബത്തിന്റെ അത്താണിയായിരുന്ന അയ്യപ്പൻ ഇടുപ്പിന് തകരാറായി 16 വർഷമാണ് കിടപ്പിലായത്. ഇതോടെ ഭാര്യയും 3 മക്കളും അടങ്ങിയ കുടുംബം ബുദ്ധിമുട്ടിയെങ്കിലും സുമനസ്സുകളുടെയും നാട്ടുകാരുടെയും എല്ലാം സഹായത്താൽ 10 ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ച് അയ്യപ്പനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. കിടപ്പിലായ സമയത്തെല്ലാം കയ്യിൽ ഇടയ്ക്കിടെ വേദന അനുഭവപ്പെട്ടിരുന്നെങ്കിലും തടിപ്പെന്ന് കരുതി കാര്യമാക്കിയിരുന്നില്ല. 15 ദിവസം മുമ്പ് മുതൽ അസഹ്യമായ വേദനയും കൈത്തരിപ്പും അനുഭവപ്പെട്ടതോടെയാണ് അയ്യപ്പൻ കഴിഞ്ഞ ദിവസം അമ്പലപ്പാറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെത്തുന്നത്. ഡോക്ടർ വിനോദ് എക്സ്റേ എടുത്ത് പരിശോധന നടത്തിയെങ്കിലും കാര്യമായൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് വലത്തെ കൈമുട്ടിന് സമീപം കീറി പരിശോധിച്ചപ്പോൾ മുളക്കമ്പ് കണ്ടെത്തുകയായിരുന്നു. അങ്ങനെ 23 വർഷമായി അയ്യപ്പന് ദുരിതം നൽകിയിരുന്ന 1.5 സെന്റിമീറ്ററോളം വരുന്ന കമ്പ് പുറത്തെടുത്തു. ഡോക്ടറോട് നന്ദിയുണ്ടെന്ന് അയ്യപ്പൻ പറഞ്ഞു. 17 വർഷമായി ഇത് കയ്യിൽ കയറിയതിന് ശേഷം ഇതിനെ കൊണ്ട് ശല്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ശല്യം തുടങ്ങി പറഞ്ഞാൽ വേദന തുടങ്ങിയപ്പോൾ ഞാൻ ഇന്നലെ സാറിൻ്റെ അടുത്ത് പോയി അമ്പലപ്പാറ. അവിടെ പോയപ്പോൾ സാറോട് വിവരം പറയുമ്പോൾ സാറ് എടുത്തേരാ പറഞ്ഞു. അങ്ങനെ സാറ് എടുത്തു. വളരെ നന്ദി. മുട്ടിന്റെ എല്ലിനോട് ചേർന്നാണ് കമ്പ് ഉണ്ടായിരുന്നതെന്ന് ഡോക്ടർ വിനോദ് പറഞ്ഞു. അസഹ്യമായ കൈവേദന, അതുപോലെ തരിപ്പ്, കയ്യിന് വലത്തെ കൈയിൽ മുട്ടിന് തൊട്ട് കയ്യിൽ വരെ തരിപ്പും ഒക്കെ ആയിട്ടാണ് ലക്ഷണം. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ ലക്ഷണങ്ങളെല്ലാം കൂടി വരികയാണ് ചെയ്തത്. 17 വർഷം മുമ്പ് ഇദ്ദേഹം ഒരു മരത്തിൽ നിന്ന് വീഴുകയും പാരലൈസ് ആവുകയും പിന്നീട് അത് റിക്കവറി ആയി ഇപ്പോൾ നടക്കാൻ പാടുന്ന വിധത്തിലായിരിക്കും. അപ്പോൾ അന്ന് തൊട്ടേ അദ്ദേഹത്തിന് ഏകദേശം ഒരു ചെറിയ ലക്ഷണങ്ങളുണ്ടെങ്കിലും മറ്റ് ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ഇത് ആദ്യം ഇഗ്നോർ ചെയ്ത് വിടുകയും ചെയ്യും. ഇത് നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന് നോക്കിയപ്പോൾ എക്സ്റേ എടുക്കുകയും എക്സ്റേയിൽ മറ്റേ പ്രത്യേകിച്ചൊന്നും കാണാനില്ലെങ്കിൽ കൂടിയും അവിടെ ആ ഭാഗത്ത് ഒരു തടുപ്പ് ഉണ്ടാവുകയും ആ തടുപ്പ് ഭാഗത്ത് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ എന്തൊരു വസ്തു അതിനുള്ളിൽ ഇരിക്കുന്ന ഒരു നിഗമനത്തിൽ എത്തുകയാണ് ചെയ്തത്. ആ നിഗമനത്തിൻ്റെ ഭാഗമായി ഇവിടെയുള്ള നമ്മുടെ മൈനർ ഓട്ടിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരികയും അത് തുറന്നു നോക്കിയപ്പോൾ ഏകദേശം 1.5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കമ്പിൻ്റെ കഷ്ണം മുട്ടിൻ്റെ എല്ലിനോട് ചേർന്ന ഭാഗത്താണ് അത് കണ്ടെത്തുകയും അത് എടുത്തു മാറ്റുകയും ചെയ്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പെരിന്തൽമണ്ണ നഗരസഭ അനുമോദിച്ചു. വിദ്യാർത്ഥികൾക്ക് RN മനഴി എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ P ഷാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ നഗരസഭയുടെ പ്രഥമ വൈസ് ചെയർമാൻ, അഡ്വൈസറി ബോർഡ് ചെയർമാൻ, അധ്യാപക സംഘടനയുടെ നേതാവ് തുടങ്ങി സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ സമഗ്രമായ സംഭാവന നൽകിയ നേതാവാണ് RN മനഴി. RN മനഴിയുടെ നാമധേയത്തിൽ എല്ലാ വർഷവും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് എൻഡോമെന്റുകൾ നൽകി വരുന്നുണ്ട്. ഈ വർഷം പെരിന്തൽമണ്ണ നഗരസഭാ പരിധിയിലെ ഉന്നത വിജയം കൈവരിച്ച 482 വിദ്യാർത്ഥികൾക്ക് RN മനഴി എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ P ഷാജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ A നസീറ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി ചെയർമാൻമാർ, കൗൺസിലർമാർ, നഗരസഭാ സെക്രട്ടറി മിത്രൻജി, ക്ലീൻ സിറ്റി മാനേജർ വത്സൻ CK എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് ബിലാൽ മുഹമ്മദ് മണ്ണാർക്കാടിന്റെ കരിയർ ഗൈഡൻസ് ക്ലാസും നടന്നു. അമ്പലപ്പാറ മേലൂർ തോണിക്കുന്നത്ത് രാജകുമാരന്റെ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും മാതൃഭൂമിയും ചേർന്നാണ് രാജകുമാരന് സ്വപ്നഭവനം ഒരുക്കിയത്. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ മേലൂർ തോണിക്കുന്നത്ത് വീട്ടിൽ രാജകുമാരനും കുടുംബത്തിനും വെള്ളിയാഴ്ച സന്തോഷ സുദിനമായിരുന്നു. സ്വപ്നമെന്ന് കരുതിയിരുന്ന അടച്ചുറപ്പുള്ള വീട്ടിലേക്ക് താമസം മാറ്റാൻ കഴിഞ്ഞതിന്റെ സന്തോഷം. കൊച്ചൗസേഫ് ചിറ്റിലപ്പള്ളി നേതൃത്വം നൽകുന്ന ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ മാതൃഭൂമിയുമായി ചേർന്ന് നടപ്പാക്കുന്ന എൻ്റെ വീട് പദ്ധതിയിലാണ് രാജകുമാരനടക്കമുള്ള 5 അംഗ കുടുംബത്തിന് സുരക്ഷിത ഭവനം ഒരുങ്ങിയത്. ജന്മന അരയ്ക്ക് താഴെ തളർന്ന മകൾ അർച്ചനയുടെ ചികിത്സയുമായി അസുഖബാധിതനായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് രാജകുമാരൻ. ഭാര്യ ശാന്ത, മകൻ അഭിജിത്ത്, വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന അച്ഛൻ കറുപ്പൻ എന്നിവരടങ്ങുന്നതാണ് ഇവരുടെ കുടുംബം. ചോർന്നൊലിക്കുന്ന ഒറ്റമുറി ഷെഡിലായിരുന്നു 5 അംഗ കുടുംബം താമസിച്ചിരുന്നത്. ഭാഗമായി ലഭിച്ച 5 സെന്റിലേറെ വരുന്ന സ്ഥലത്താണ് 454 ചതുരശ്ര അടി വിസ്തീർണത്തിൽ വീട് നിർമ്മിച്ചത്. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി,
കുടുംബത്തിന് വീടിന്റെ താക്കോൽ കൈമാറി. മേലൂർ വാർഡംഗം NT ശ്രീദേവി, മാതൃഭൂമി ഓഫീസർമാരും സ്റ്റാഫുകളും പരിപാടിയിൽ പങ്കെടുത്തു. കുടുംബശ്രീ 26ാം വാർഷികത്തോടനുബന്ധിച്ച് മണ്ണാർക്കാട് അട്ടപ്പാടി ബ്ലോക്ക് ക്ലസ്റ്ററുകളുടെ നേതൃത്വത്തിൽ അരങ്ങ് 2024 സംഘടിപ്പിച്ചു. പൊറ്റശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ നടത്തിയ അരങ്ങ് കലാമേളയിൽ വിവിധ ഇനങ്ങളിൽ മത്സരങ്ങൾ നടന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ജനപ്രതിനിധികൾ ദീപം തെളിയിച്ച് കലാപരിപാടികൾ ആരംഭിച്ചു. അവശത അനുഭവിക്കുന്നവർക്ക് ഒപ്പം നിൽക്കാൻ കേരളത്തിലെ കുടുംബശ്രീക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രദീപ് മാസ്റ്റർ പറഞ്ഞു. അവശത അനുഭവിക്കുന്ന ആളുകളെയും അവരുടെ സന്തോഷത്തിലും അവരുടെ സങ്കടത്തിലും അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ഞങ്ങൾ ഒപ്പമുണ്ട് എന്നൊരു കാഴ്ചപ്പാടിലേക്ക് കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ വളർത്തിയെടുക്കാൻ നാളിതുവരെയായ പ്രവർത്തനങ്ങൾ കൊണ്ട് കുടുംബശ്രീക്ക് സാധിച്ചിട്ടുണ്ട്. കലാകായിക മേഖലകളിൽ സ്ത്രീകൾ ഒട്ടും പിന്നിലല്ല. അടുക്കളയിൽ ഒതുങ്ങിക്കൂടേണ്ട ഒരു വിഭാഗമല്ല സ്ത്രീകൾ എന്നുള്ള മഹത്തായ ഒരു കാഴ്ചപ്പാട്. കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് സതി രാമരാജൻ, വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് ചേപ്പോടൻ, തച്ചമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ഒ നാരായണൻകുട്ടി, പഞ്ചായത്ത് അംഗങ്ങളായ ഷാജഹാൻ, CT അലി, പ്രിയ ടീച്ചർ, രവി അടിയത്ത്, CDS ചെയർപേഴ്സൺ ആയിഷ, പഞ്ചായത്ത് സെക്രട്ടറി പ്രസന്നകുമാർ, ജോമോൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് 2 വേദികളിലായി വിവിധ കലാമത്സരങ്ങൾ നടത്തി. കോട്ടയ്ക്കൽ ശിവരാമന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ഓർമ്മ പുരസ്കാരം ഈ വർഷം കഥകളി നടൻ RLV രാധാകൃഷ്ണന് സമ്മാനിക്കും. ജൂലൈ 19 നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം നൽകും. കോട്ടയ്ക്കൽ ശിവരാമന്റെ സ്മരണയ്ക്കായി വാഴയങ്കട കുഞ്ചുനായർ മെമ്മോറിയൽ ട്രസ്റ്റും കോട്ടയ്ക്കൽ ശിവരാമന്റെ കുടുംബവും ചേർന്ന് നൽകുന്ന ഓർമ്മ പുരസ്കാരമാണ് ഈ വർഷം കഥകളി നടൻ RLV രാധാകൃഷ്ണന് സമ്മാനിക്കുന്നത്. പ്രധാനമായും സ്ത്രീവേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന രാധാകൃഷ്ണൻ തൃപ്പൂണിത്തുറ RLV കോളേജിൽ നിന്നും 15 വർഷത്തെ വിദ്യാഭ്യാസത്തിൽ കഥകളി വേഷത്തിൽ ഡിപ്ലോമയും പോസ്റ്റ് ഡിപ്ലോമയും കഥകളി സംഗീതത്തിൽ ഡിപ്ലോമയും കരസ്ഥമാക്കിയിട്ടുണ്ട്. 65 വയസ്സ് പ്രായമുള്ള രാധാകൃഷ്ണൻ കഴിഞ്ഞ 50 വർഷമായി കലാരംഗത്തും വ്യാപൃതനാണ്. നിരവധി പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. ജൂലൈ 19 നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം നൽകും. സർവീസിൽ നിന്നും വിരമിക്കുന്ന ശ്രീകൃഷ്ണപുരം ഭവന നിർമ്മാണ സഹകരണ സംഘം ചെറുപ്പശ്ശേരി ബ്രാഞ്ച് മാനേജർ P വസന്തലക്ഷ്മിക്കുള്ള യാത്രയയപ്പും സഹകാരി സംഗമവും മെയ് 26 ഞായറാഴ്ച ചെറുപ്പശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടക്കും. P മമ്മിക്കുട്ടി MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 3 പതിറ്റാണ്ടിന്റെ സേവനത്തിനു ശേഷമാണ് ശ്രീകൃഷ്ണപുരം ഭവന നിർമ്മാണ സഹകരണ സംഘം ചെറുപ്പശ്ശേരി ബ്രാഞ്ച് മാനേജറായ P വസന്തലക്ഷ്മി സർവീസിൽ നിന്നും വിരമിക്കുന്നത്. വസന്തലക്ഷ്മിക്കുള്ള യാത്രയയപ്പും സഹകാരി സംഗമവുമാണ് മെയ് 26 ഞായറാഴ്ച ചെറുപ്പശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷം 3:30 നടക്കുന്ന ചടങ്ങ് P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്യും. K പ്രേംകുമാർ MLA ഉപഹാര സമർപ്പണം നടത്തും. കേരള ബാങ്ക് ഉപദേശക സമിതി അംഗം PA ഉമ്മർ മുഖ്യപ്രഭാഷണം നടത്തും. നഗരസഭാ ചെയർമാനും മറ്റ് സംഘാടക സമിതി ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുക്കും. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിലെ 6 പഞ്ചായത്തുകളും തൃക്കടീരി പഞ്ചായത്തും ചെറുപ്പശ്ശേരി നഗരസഭയും പരിധിയായ സംഘം കൂടുതൽ മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിലെ 6 പഞ്ചായത്തുകളെ കരിമ്പുഴ, കാരാക്കുറിശി, കടമ്പടിപ്പുറം, ശ്രീകൃഷ്ണപുരം, പൂക്കോട്ട്, വെള്ളിനഴി എന്നീ പഞ്ചായത്തുകളും ഒറ്റപ്പാലം ബ്ലോക്കിലെ തൃക്കടീരി പഞ്ചായത്തും ചെർപ്പളശ്ശേരി നഗരസഭ ഉൾപ്പെടുന്നതാണ് ഇതിൻ്റെ പരിധി. പാർപ്പിട പ്രശ്നത്തിൻ്റെ പ്രധാന ഒരു പ്രശ്നം പരിഹരിക്കുന്നതിൻ്റെ കൂടി ഭാഗമായിട്ട് അന്നത്തെ കാലത്ത് ദീർഘകാല കാഴ്ചപ്പാടോടുകൂടി അന്നത്തെ നേതൃത്വം കൊടുത്തിട്ടുള്ള ശ്രീ PA ഉമ്മർ അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് സംഘം തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അതിൽ 30 വർഷത്തെ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ശ്രീമതി വസന്തലക്ഷ്മി 1/12/94 മുതലാണ് ചെർപ്പളശ്ശേരി ബ്രാഞ്ചിൻ്റെ മാനേജറായി പ്രവർത്തനം തുടങ്ങി.
അറ്റൻഡർ തസ്തികയിൽ പ്രവർത്തനം തുടങ്ങി. ഇപ്പോൾ ബ്രാഞ്ചിൻ്റെ മാനേജറായി 30 വർഷത്തെ സേവനം പൂർത്തിയാക്കി മെയ് മാസം 31 തീയതി അവർ വിരമിക്കുകയാണ്. ഈ മെയ് മാസം 26 തീയതി വൈകുന്നേരം 3:30 മണിക്ക് ചെർപ്പളശ്ശേരി സഹകരണ ബാങ്കിൻ്റെ ഹാളിൽ വെച്ച് സഹകാരികളും ഈ സംഘത്തിൻ്റെ അഭ്യുദയകാംക്ഷികളും ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ വ്യക്തികളെയും ഉൾപ്പെടുത്തി, നാട്ടുകാരെ ഉൾപ്പെടുത്തി ഒരു വിപുലമായ ജനകീയ പങ്കാളിത്തത്തോടുകൂടിയുള്ള യാത്രയപ്പ് സമ്മേളനമാണ് ഉദ്ദേശിച്ചത്. ഒറ്റപ്പാലം MLA ശ്രീ പ്രേംകുമാർ, അഡ്വക്കേറ്റ് പ്രേംകുമാർ, ഷൊർണൂർ MLA ശ്രീ പി മമ്മിക്കുട്ടി, അവരുടെ സാന്നിധ്യത്തിൽ ചെർപ്പളശ്ശേരി നഗരസഭ ചെയർമാൻ അടക്കമുള്ള ആളുകളും. സംഘം പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ, സെക്രട്ടറി കെ മുരളീമോഹനൻ, വൈസ് പ്രസിഡന്റ് EC ശ്രീകുമാർ, ഡയറക്ടർ PP റഹീം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുളയങ്കാവ് മാധവ വാദ്യവിദ്യാലയത്തിലെ അവധിക്കാല വാദ്യോപാസനയുടെ കൊട്ടിക്കലാശം ഈ മാസം 26 ഞായറാഴ്ച നടക്കും. 60-ൽ പരം കുട്ടികളെ അണിനിരത്തി 101 കലാകാരന്മാരാണ് പഞ്ചാരിമേളം അവതരിപ്പിക്കുന്നത്. വാദ്യകലയിലേക്ക് ഒട്ടേറെ പുതുനാമ്പുകളെ സംഭാവന ചെയ്ത മുളയങ്കാവ് മാധവ വാദ്യവിദ്യാലയത്തിന്റെ അവധിക്കാല വാദ്യോപാസനയുടെ കൊട്ടിക്കലാശമാണ് മെയ് 26 ഞായറാഴ്ച രാവിലെ 8 മണിക്ക് വാദ്യ അരങ്ങേറ്റത്തോടെ മുളയൻകാവ് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടക്കുന്നത്. ഇത്തവണ 60-ൽ പരം കുട്ടികളെ അണിനിരത്തി മുളയൻകാവ് അഭിജിത്തിന്റെ പ്രമാണത്തിൽ 101 വാദ്യ കലാകാരന്മാരാണ് പഞ്ചാരിമേളം അവതരിപ്പിക്കുന്നത്. വാദ്യ താള നാദലയം എന്ന പേരിൽ നടക്കുന്ന പരിപാടിക്ക് ക്ഷേത്രം മേൽശാന്തി ജാലമന ഗിരീഷ് എമ്പ്രാന്തരി ഭദ്രദീപം തെളിയിക്കുന്നതോടെ അരങ്ങുണരും. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ രത്നേഷ് മുഖ്യാതിഥിയാകും. ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ രാജേഷ് അധ്യക്ഷത വഹിക്കും. പ്രശസ്ത വാദ്യ കലാകാരൻ മുളയൻകാവ് അരവിന്ദാക്ഷന്റെ ശിക്ഷണത്തിലാണ് കുട്ടികൾ അവധിക്കാല വാദ്യോപാസന പൂർത്തിയാക്കി അരങ്ങേറ്റം കുറിക്കുന്നത്. ഒരു ഇടവേള കൂടി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കാഞ്ഞിരപ്പുഴ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗവും ഭാരവാഹി തെരഞ്ഞെടുപ്പും പാലാമ്പട്ട ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. രാവിലെ രജിസ്ട്രേഷന് ശേഷം പതാക ഉയർത്തിയതോടെയാണ് യോഗ നടപടികൾ ആരംഭിച്ചത്. ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചിറക്കൽപ്പടി കാഞ്ഞിരപ്പുഴ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടൽ നടത്തുവാൻ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങൾ സർക്കാർ തലത്തിൽ എത്തിക്കുവാനും അനുകൂലമായ നടപടി എടുക്കുവാനും കഴിഞ്ഞത് സംഘടനാ ശക്തി കൊണ്ടാണെന്നും ബാബു കോട്ടയിൽ പറഞ്ഞു. ഈ നാടിന്റെ ഉൾപ്പെടെ വ്യാപാര മേഖലയ്ക്കും വ്യാപാരികൾക്കും കാഞ്ഞിരപ്പുഴയിലെ കച്ചവടക്കാരന് പ്രതിസന്ധി തീർത്ത ഈ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി ഉൾപ്പെടെ അംഗങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ അവരെ സാമ്പത്തികമായി സഹായിക്കുക, കുടുംബം ഒന്നിച്ച് ഏറ്റവും മികച്ച ചില നിമിഷങ്ങളെ ഒത്തുചേരലുകൾക്ക് വേണ്ടി കുടുംബ സംഗമങ്ങളും ടൂറുകളും ഉൾപ്പെടെ എല്ലാ തലത്തിലും മികവുറ്റ സംഭാവനകളാണ് ഈ യൂണിറ്റ് കഴിഞ്ഞ വർഷക്കാലം നടത്തിയത്. ഞാനൊരു പേര് വിട്ടുപോയി എന്ന് ഇപ്പോഴാണ് തോന്നുന്നത്. പ്രിയപ്പെട്ട ജോർജ് ചോദിക്കുന്നു. വ്യാപാരികളുടെ മക്കളിൽ SSLC +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു. വിദ്യാർത്ഥികൾക്ക് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉപഹാരങ്ങളും സമ്മാനിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ജോർജ് നമ്പൂശ്ശേരിയിൽ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി ബിജുമോൻ T. ഇലവുങ്കൽ റിപ്പോർട്ടും ട്രഷറർ അബ്ദുൾ സലീം വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. മണ്ണാർക്കാട് യൂണിറ്റ് പ്രസിഡന്റ് രമേശ് പൂർണിമ, കാഞ്ഞിരപ്പുഴ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ദേവദാസ് എന്നിവർ പ്രസംഗിച്ചു. പെരിന്തൽമണ്ണ ലസ്റ്റർ കണ്ണാശുപത്രിയിൽ സ്കൂൾ കുട്ടികൾക്കായി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ്. ജൂൺ 4 വരെ ക്യാമ്പ് തുടരും. LKG മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് ക്യാമ്പിൽ പങ്കെടുക്കാം. കുട്ടികളിൽ നേത്രരോഗവുമായി ബന്ധപ്പെട്ട കാഴ്ച പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പെരിന്തൽമണ്ണ ലെസ്റ്റർ കണ്ണാശുപത്രിയിൽ സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചത്. 14 ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞ 18-ന് ആരംഭിച്ചിരുന്നു. ക്യാമ്പ് ജൂൺ 1-ന് അവസാനിക്കും. LKG മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ക്യാമ്പിൽ പങ്കെടുക്കാം. ജൂൺ 1 വരെ വിദ്യാർത്ഥികൾക്കായിട്ട് ഒരു സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് നടക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ കുട്ടികളുടെ കണ്ണിൻ്റെ പ്രശ്നങ്ങൾ വളരെ വൈകിയാണ് നമ്മൾ കണ്ടെത്തുന്നത്.
ചിലപ്പോൾ സ്കൂളിൽ പോയതിന് ശേഷം ബോർഡിൽ വായിക്കുന്നത് അറിയില്ല, അല്ലെങ്കിൽ ബുക്ക് വായിക്കുമ്പോൾ വളരെ അടുത്ത് പിടിച്ച് വായിക്കുക, കണ്ണ് തിരുമ്മുക, അങ്ങനെയൊക്കെ ഉള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ മാത്രമാണ് വന്നിട്ടൊന്ന് ചെക്ക് ചെയ്യുന്നത്. ചില സമയങ്ങളിൽ അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ അത് ഒരു വൈകിയ സമയം ആവാറുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഇതിൽ LKG മുതൽ +2 വരെ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാം. ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീസോ ഡോക്ടേഴ്സ് ഫീസോ ഉണ്ടാകുന്നതല്ല. വിശദമായൊരു പരിശോധനയിലൂടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തുടർ ചികിത്സകൾ ആവശ്യം വരുവാണെങ്കിൽ അതിനുള്ള ഇളവുകളും ലെസ്റ്റർ കണ്ണാശുപത്രി കൊടുക്കുന്നതാണ്. ലെസ്റ്റർ കണ്ണാശുപത്രി ചെയർമാനും അരവിന്ദ് കണ്ണാശുപത്രിയിലെ മുൻ സീനിയർ സർജനുമായ ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ, ഡോക്ടർ റുക്സാന അയൂബ്, ഡോക്ടർ അഷദി എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികളെ പരിശോധിക്കുന്നത്. പരിശോധനയിൽ കാഴ്ച പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ തുടർ ചികിത്സകളിൽ ഇളവുകൾ നൽകുമെന്ന് അഡ്മിനിസ്ട്രേറ്റർ ഷെമീൽ, ഓപ്പറേഷൻസ് മാനേജർ ഷാഹുൽ, പ്രൊമോഷൻസ് മാനേജർ സുന്ദർ വേലായുധൻ എന്നിവർ അറിയിച്ചു. വാണിജ്യ വാർത്തകൾ. സ്കൂൾ ആരംഭം കളറാക്കാൻ ചെറുപ്പശ്ശേരി ലൈവ് 7 ഒരുങ്ങി. പുതുപുത്തൻ മോഡലുകളിലുള്ള പഠനോപകരണങ്ങളോടൊപ്പം ആകർഷകമായ ഓഫറുകളാണ് ബാക്ക് ടു സ്കൂൾ ക്യാമ്പയിനിലൂടെ വിദ്യാർത്ഥികൾക്കായി ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് ഒരുക്കിയിരിക്കുന്നത്. മെഗാ സെയിൽ 2.0യുടെ ഭാഗമായി നിരവധി സമ്മാനങ്ങളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. എന്നും ആകർഷകമായ ഓഫറുകൾ ഉപഭോക്താക്കൾക്കായി ഒരുക്കുന്ന ചെറുപ്പുളശ്ശേരി ലൈവ് 7 സൂപ്പർ മാർക്കറ്റിൽ സ്കൂൾ അധ്യയന വർഷാരംഭത്തോടനുബന്ധിച്ച് പഠനോപകരണങ്ങൾക്ക് പ്രത്യേക ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ബാഗുകൾ, നോട്ട്ബുക്കുകൾ, കുടകൾ, വാട്ടർ ബോട്ടിലുകൾ, മറ്റു സ്റ്റേഷനറി ഐറ്റംസ് തുടങ്ങി പഠനോപകരണങ്ങളുടെ വിപുലമായ കളക്ഷനാണ് ലൈവ് 7ൽ പ്രത്യേകം സജ്ജീകരിച്ച ബാക്ക് ടു സ്കൂൾ സെക്ഷനിൽ ഒരുക്കിയിട്ടുള്ളത്. കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്ന പുത്തൻ മോഡലുകളിലുള്ള സ്റ്റേഷനറി ഐറ്റംസിൻ്റെ വലിയ കളക്ഷൻ തന്നെ വിശാലമായ സെക്ഷനിൽ ഒരുക്കിയിട്ടുണ്ട്. ബാക്ക് ടു സ്കൂൾ ഓഫറിലൂടെ ഓരോ 499 രൂപയുടെ പർച്ചേസിനും 5% അധിക ഡിസ്കൗണ്ടും തിരഞ്ഞെടുത്ത ഉൽപ്പന്നങ്ങൾക്ക് 50% ഡിസ്കൗണ്ടും ലൈവ് 7ൽ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പശ്ശേരി ലൈവ് 7ൽ ബാക്ക് ടു സ്കൂളിൻ്റെ ഓഫർ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോ 499 രൂപ പർച്ചേസിനും നമ്മൾ 5% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ LKG മുതൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് വരെയുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ സെലക്റ്റഡ് ആയ ഐറ്റംസ് 50% നമ്മൾ ഓഫ് നൽകുന്നുണ്ട്. അതേ കൂടാതെ തന്നെ ബുക്ക്, അതേപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമായ ലഞ്ച് ബോക്സ്, പൗച്ച്, എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഒന്നും കിട്ടാണ്ട് വരില്ല. അതേപോലെ തന്നെ മഴ വരികയാണെന്ന് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ കുടകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ ലൈവ് 7ൽ മെഗാ സെയിൽ 2.0 എന്ന ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. മെയ് 7 മുതൽ ജൂൺ 7 വരെയാണ് ക്യാമ്പയിൻ ഉള്ളത്. ക്യാമ്പയിനിൽ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറുമായിട്ട് ഒരു ഒട്ടനവധി സമ്മാനങ്ങളാണ്. AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങൾ നമ്മളെ കസ്റ്റമേഴ്സിന് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലൈവ് 7ൽ വരിക, പർച്ചേസ് ചെയ്യുക, കൈ നിറയെ സമ്മാനങ്ങൾ നേടുക. മെയ് 7 മുതൽ ജൂൺ 7 വരെ നടക്കുന്ന മെഗാ സെയിൽ 2.0 ഓഫറിൻ്റെ ഭാഗമായി സമ്മാന പെരുമഴയിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് AC, വാഷിംഗ് മെഷീൻ, സൈക്കിളുകൾ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങൾക്കും ഗൃഹോപകരണങ്ങൾക്കും ആകർഷകമായ ഓഫറുകളാണ് ലൈവ് 7 സൂപ്പർ മാർക്കറ്റിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. മഴക്കാലത്തെ വരവേൽക്കാൻ മൺസൂൺ മെഗാ സെയിൽ ഓഫർ ഉടൻ ആരംഭിക്കുമെന്നും ലൈവ് 7 അധികൃതർ അറിയിച്ചു. അപ്പോൾ മഴക്കാലം വരവായി. മഴക്കാലത്തെ വരവേൽക്കാനായി ലൈവ് 7 ഒരുങ്ങുകയാണ്. മെഗാ സെയിൽ 2.0 ജൂൺ 7 അവസാനിക്കുന്നതോടൊപ്പം അനുബന്ധിച്ച് മഴക്കാലത്തെ വരവേൽക്കാനായി മൺസൂൺ ഫെസ്റ്റ് ഉടൻ ആരംഭിക്കുന്നതാണ്. കാത്തിരുന്ന മഴയെത്തി. മാനത്ത് കാറും കോളും ഉരുണ്ടുകൂടിയതോടെ ആനന്ദ നൃത്തത്തിലാണ് നമ്മുടെ ദേശീയ പക്ഷിയായ മയിൽ. ഒറ്റയ്ക്കല്ല, ഒരു കൂട്ടം മയിലുകളുടെ ആനന്ദ നൃത്തം. ഭീമനാട് സെന്ററിലെ കെട്ടിടത്തിന് മുകളിൽ നിന്നും
ഞങ്ങളുടെ പ്രതിനിധി രജീഷ് പകർത്തിയ ആ ദൃശ്യം കാണാം. പ്രധാന വാർത്തകൾ വീണ്ടും. ബാർക്കോഴ വിഷയത്തിൽ മന്ത്രി എം.ബി. രാജേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. കൂറ്റനാട് മന്ത്രിയുടെ വസതിയിലേക്ക് കോൺഗ്രസ് മാർച്ച്. സർക്കാർ മദ്യനയത്തിന്റെ ചർച്ചകൾ പോലും തുടങ്ങിയിട്ടില്ലെന്നും ആരെങ്കിലും പണപ്പെരുവിന് ശ്രമിച്ചാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി എം.ബി. രാജേഷ്. അഴിമതിയും സ്വജനപക്ഷപാതവും ആരോപിച്ച് UDF ഭരിക്കുന്ന കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലേക്ക് LDF മാർച്ച്. കേരളത്തിലെ കോൺഗ്രസ് കള്ളന്മാരുടെ സംഘമെന്ന CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. മണ്ണാർക്കാട് നഗരത്തിലും തെരുവുനായ ശല്യം രൂക്ഷം. ആടിനെ തെരുവുനായ്ക്കൾ ആക്രമിച്ചു. നഗരവാസികളും തെരുവുനായ ഭീഷണിയിൽ. ജൽജീവൻ പദ്ധതിക്കായി അലനല്ലൂർ ടൗണിൽ പൊളിച്ച റോഡുകൾ നന്നാക്കിയില്ല. യാത്രക്കാരും വ്യാപാരികളും ദുരിതത്തിൽ. നടപടി ഉണ്ടായില്ലെങ്കിൽ സമരത്തിന് നേതൃത്വം നൽകുമെന്ന് വ്യാപാരികൾ. അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് താഴെ നിർമ്മിക്കാൻ ഉദ്ദേശിച്ച ഗാർഡൻ ചിൽഡ്രൻസ് പാർക്ക് പദ്ധതി ഉപേക്ഷിച്ചു. സർക്കാരിന്റെ അനുമതി ലഭിക്കാത്തതാണ് പദ്ധതിക്ക് തിരിച്ചടിയായത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.